ഞാനൊന്ന് CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. അരുൺകുമാർ, ഞാൻ ചോദിച്ചത് ഇപ്പോൾ പണം എത്തിച്ചത് BJPക്ക് വേണ്ടിയാണെന്ന ആരോപണം തള്ളിക്കൊണ്ടാണ് EDയുടെ കുറ്റപത്രം. EDയുടെ കുറ്റപത്രത്തിൽ മറിച്ചെന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ആദ്യ ചോദ്യം. ഇതിൽ കുറച്ച് നാളായിട്ട് ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം EDക്കെതിരെ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട്. ആ ആരോപണം BJP നേതാക്കന്മാർ പ്രതികളായിട്ടുള്ള കേസിൽ അന്വേഷണം നടത്തുന്നത് പോലെയല്ല BJPക്കാരല്ലാത്തവർ കേസിൽ പ്രതിയായ കേസുകളിൽ അന്വേഷണം നടത്തുന്നത്. പ്രത്യേകിച്ച് BJPയുമായിട്ട് ബന്ധമുള്ള പ്രതികൾ വരുമ്പോൾ ആ അന്വേഷണത്തെ തേച്ചുമാച്ച് കളയുന്നു. വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിക്കുന്നത് പോലെ പല ഇതര രാഷ്ട്രീയക്കാരെയും ഇട്ട് വെളുപ്പിക്കുന്നു എന്ന് പറയുന്ന ആരോപണത്തെ പൂർണ്ണമായിട്ടും ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ്, അതായത് 3/4/2021 പുലർച്ചെയാണ് ഇത്തരത്തിൽ കുഴൽപ്പണം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പരാതി കൊടുക്കുമ്പോൾ 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അതിലെ പ്രധാന കക്ഷിയായിട്ടുള്ള ധർമ്മരാജൻ കൊണ്ടുപോയി പരാതി കൊടുത്തത്. പോലീസിന്റെ അന്വേഷണ മധ്യയാണ് അത് 25 ലക്ഷം അല്ല 3.5 കോടി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു. ആ 3.5 കോടിയിൽ തന്നെ ശരിക്കും പണയം വച്ച പൈസ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ, ആ 2 ദിവസം കൊണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിച്ച സാധന സാമഗ്രികളെല്ലാം പോലീസ് റിക്കവറി നടത്തിയിട്ടാണ് 110 ദിവസത്തിനുള്ളിൽ തന്നെ ക്രൈംബ്രാഞ്ച് അതിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തത്. ആ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് സൂചിപ്പിച്ചു, റിപ്പോർട്ടിന്റെ 38-ാം പേജിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ കേസിലെ കവർച്ച ചെയ്യപ്പെട്ട 3.5 കോടി രൂപ ബാംഗ്ലൂരിൽ നിന്നും അനധികൃതമായി BJP പാർട്ടിയുടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നും ഈ 3.5 കോടി രൂപ കവർച്ച ചെയ്യപ്പെട്ടതെന്നും വെളിവായിട്ടുണ്ട്. അനധികൃതമായി പണം കൊണ്ടുവന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് എന്നീ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തേണ്ടതിനാൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് സഹിതം ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി, കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്നിവർക്ക് അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. 110 ദിവസത്തിനുള്ളിൽ 22 പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റപത്രം കവർച്ചാ കേസിൽ അന്വേഷണം പൂർത്തീകരിച്ച് സമർപ്പിച്ചതിന് ശേഷം PMLA കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് അത് ED ആണ് എന്നുള്ള തരത്തിൽ വിശദമായിട്ടുള്ള കത്ത്, അതുപോലെ തന്നെ അന്വേഷണ കുറ്റപത്രത്തിന്റെ റിപ്പോർട്ട്, ഇതുവരെ അന്വേഷിച്ച റിപ്പോർട്ട് എല്ലാം EDക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ 9/8/2021 തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നു. ആ ആഴ്ച തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സിന് സമർപ്പിക്കുന്നു. അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു, വർഷങ്ങളാകുന്നു, ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും ED നടത്തുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ കേസിലെ 51ാമത് സാക്ഷി ഹൈക്കോടതിയെ സമീപിച്ചിട്ട് എന്നെ പലതവണ ചോദ്യം ചെയ്ത കേസാണ്, ഞാനിതിൽ സാക്ഷിയാണ്, ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ ഗൗരവമുണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് സമർപ്പിച്ചപ്പോഴാണ് ED പലതവണ അഫിഡവിറ്റ് ഫയൽ ചെയ്തു, എഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ എന്ന രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം അവർ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇതിൽ കള്ളപ്പണം ഇല്ല, അതുപോലെ തന്നെ BJP നേതാക്കന്മാർക്ക് പങ്കില്ല, ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കള്ളപ്പണമാണ് എന്ന രൂപത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പറഞ്ഞ ഈ കേസ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് ED. കേസിൽ 23 പ്രതികളുണ്ട്. 11 പേർ നേരിട്ട് കവർച്ചയിൽ പങ്കെടുത്ത, അതായത് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് കവർച്ചയിൽ പങ്കെടുത്തവർ പ്രതികളുടെ 12.88 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി, 9 ലക്ഷത്തിന് ഭൂസ്വത്തും 3.88 ലക്ഷത്തിന് ബാങ്ക് അക്കൗണ്ടുകളും കണ്ടുകെട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കാർ തട്ടിക്കൊണ്ടുപോയി 3.5 കോടി കവരുകയായിരുന്നു എന്ന കേസാണ്. അപ്പോൾ ഇതിൽ BJP നേതാക്കൾക്ക് പങ്കില്ല. അപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്ന കാര്യം, പോലീസിന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, സംഘടനാ സെക്രട്ടറി M. ഗണേശൻ, ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായർ എന്നിവർ കള്ളപ്പണം കൈകാര്യം ചെയ്തു എന്നായിരുന്നല്ലോ. അതിനുശേഷം ഈ ധർമ്മരാജന്റെ മൊഴിയെടുത്തു. ധർമ്മരാജന്റെ ആണല്ലോ പ്രധാനപ്പെട്ട, ഇതിലെ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അപ്പോൾ ധർമ്മരാജൻ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയല്ല അരുൺകുമാർ EDക്ക് നൽകിയിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ധർമ്മരാജൻ എന്താണോ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത് അങ്ങനെയല്ല, താനൊരു ബിസിനസ്സുകാരനാണ്, ബിസിനസ്സുകാരത്തിന് ആവശ്യത്തിന് വന്ന പണം എന്നാണ് EDയോട് പറഞ്ഞത്. അതോടുകൂടി കാര്യങ്ങൾ എളുപ്പമായി. ഇല്ല, ധർമ്മരാജൻ 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണല്ലോ പരാതി കൊടുത്തേ. പോലീസ് അന്വേഷിച്ച് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് 3.5 കോടി ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നീട് വിശദമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ഏകദേശം 41 കോടി രൂപയോളം തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തി. ഏതായാലും EDയെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ അന്വേഷിക്കുകയും അവർ തന്നെ വിധി പറയുകയും ചെയ്ത സാഹചര്യമാണ് ഈ കേസിലുള്ളത്. ഒരിക്കലും ഒരു അന്വേഷണ ഏജൻസിക്ക് വിധി പറയാൻ ഉള്ള അധികാരമില്ലല്ലോ. അവർ കിട്ടിയ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ട് കുറ്റപത്രം എന്ന രൂപത്തിൽ സമർപ്പിക്കുകയും അത് കള്ളപ്പണമാണോ, അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, ഗൂഢാലോചനയുണ്ടോ, എന്തു
പർപ്പസിനാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് കോടതിയാണ് അതിൽ കൃത്യമായി തെളിവെടുപ്പിന് ശേഷം ഉത്തരവ് പറയേണ്ടത്. ഇവിടെ ഈ അന്വേഷണ ഏജൻസി തന്നെ പ്രധാനപ്പെട്ട പ്രതികളെ എക്സോണറേറ്റ് ചെയ്ത്, രാഷ്ട്രീയ പാർട്ടികളെ എക്സോണറേറ്റ് ചെയ്ത് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ റിപ്പോർട്ട് കൊടുത്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഏതായാലും ഇവിടെ 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആളിൽ നിന്ന് തന്നെ 3.5 കോടി രൂപയുടെ സോഴ്സ് കണ്ടെത്തുന്നതും അവർ പണയം വെച്ച സ്വർണം, വാങ്ങിച്ച വാച്ച്, മറ്റു വാല്യുബിൾസ് എല്ലാം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഈ ധർമ്മരാജൻ എന്ന് പറഞ്ഞ കക്ഷി ഒരു ജെനുവിനല്ല, കള്ളമാണ് പറഞ്ഞത് എന്നത് ബോധ്യപ്പെട്ടിരിക്കുന്നു. പിന്നെ അതിനുശേഷം ഈ ഇതിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം എന്തിനാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന K. സുരേന്ദ്രനെ ഫോണിൽ വിളിച്ചത്? അതുപോലെ തന്നെ പല BJP നേതാക്കന്മാരും ഈ പ്ലേസ് ഓഫ് റിക്കവറി ഡെക്കോയിറ്റ് നടന്ന സ്ഥലം കാണാൻ വന്നത് എന്തിനാണ്? ആ ലീഡർഷിപ്പൊക്കെ അവിടെ കേന്ദ്രീകരിക്കുന്ന സാഹചര്യമുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ചെയിൻ ഓഫ് ഇൻസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കള്ളപ്പണമാണെന്ന് ബോധ്യമുണ്ട്. അത് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് അതിന്റെ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് നിയമപ്രകാരം ഞങ്ങൾക്ക് തുടരന്വേഷണം നടത്താൻ അധികാരമില്ല, അതുകൊണ്ട് ഇന്ന പർപ്പസുകൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് മുതലും പണവും എല്ലാമായിട്ട് കൈമാറുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ കണ്ടെത്തിയ പണം കോടതിയിൽ നിന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി ധർമ്മരാജൻ തന്നെ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നുണ്ട്. 3.5 കോടി തന്റെ 25 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ JFCM ഇരിങ്ങാലക്കുട കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് തൊണ്ടി മുതൽ എനിക്ക് തിരിച്ചു വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് 3.5 കോടി രൂപയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ തർക്കങ്ങൾ ആ സമയത്ത് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ് BJPയുടെ ആവശ്യത്തിന്, തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന്, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കള്ളപ്പണമാണെന്നും ഇത് എവിടെ നിന്നാണ് വന്നത്, ആരാണ് കൊണ്ടുവന്നത്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പകരം ഇത് BJP നേതാക്കന്മാരിലേക്ക് എത്തും എന്നതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് സ്വയം അവകാശപ്പെടുന്ന ED ഈ കേസ് അന്വേഷണത്തെ അട്ടിമറിച്ച് അവർ തന്നെ വിധി പറഞ്ഞിരിക്കുന്ന ഒരിക്കലും ഈ ജുഡീഷ്യറിയിൽ കാണാത്ത, അന്വേഷണ വ്യവസ്ഥയിൽ കാണാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും കോടതിയിൽ 2-3 തവണ ഞങ്ങൾ ശക്തമായിട്ട് അന്വേഷണം നടത്തുന്നു, റിപ്പോർട്ട് ഇപ്പോൾ ഫയൽ ചെയ്യും എന്ന് പറഞ്ഞ ED ഇത്തരത്തിൽ അന്വേഷണ പ്രഹസനം നടത്തി റിപ്പോർട്ട് ഫയൽ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കാൻ അരുൺകുമാർ, ഇതിൽ BJP പ്രതിനിധി അല്പസമയത്തിനകം നമ്മോടൊപ്പം ചർച്ചയിലെത്തും. ഞാൻ ഷിബു ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.